ഏലകൃഷി വെട്ടി നശിപ്പിച്ചതിൽ തെളിവ് സഹിതം പരാതി നൽകി 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടിയില്ലെന്ന പരാതി. ഇടുക്കി പ്രകാശ് ഗ്രാമം ഒട്ടപ്പാറയിൽ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന ജയൻ VS എന്ന കർഷകനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കമ്പംമേട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഇനിയും പ്രതിയെ പിടികൂടാനായിട്ടില്ല. ഈ മാസം 8-നാണ് മുണ്ടിയരുമ വാഴത്തോട്ടത്തിൽ ജയൻ പ്രകാശ് ഗ്രാമിലുള്ള തന്റെ കൃഷിയിടത്തിലെ ഏലച്ചെടികൾ വെട്ടിനശിപ്പിച്ചതായി കണ്ടത്. 82 മൂട് ഏലച്ചെടികളാണ് വ്യാപകമായി വെട്ടിനശിപ്പിച്ചത്. ഒരേക്കർ സ്ഥലത്താണ് ഇവിടെ ജയൻ കൃഷി നടത്തുന്നത്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് കമ്പംമേട്ട് പോലീസിൽ 8-ാം തീയതി തന്നെ പരാതി നൽകി. മുൻപും സമാനമായ രീതിയിൽ തന്റെ കൃഷിയിടത്തിൽ കൃഷി വെട്ടിനശിപ്പിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നു. സമീപവാസിയായ ആളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതെന്ന് ജയൻ ആരോപിക്കുന്നത്. ഇയാൾക്കെതിരെ സാഹചര്യ തെളിവുകൾ സഹിതമാണ് പോലീസിൽ പരാതി നൽകിയത്. പിറ്റേന്ന് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി മടങ്ങിയെങ്കിലും 13 ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയുമില്ലെന്നാണ് ഈ കർഷകന്റെ ആരോപണം. വ്യാപകമായിട്ട് എൻ്റെ ഏലം വെട്ടി നശിപ്പിച്ചായിട്ട് കണ്ടിരിക്കുന്നു. വെട്ടി ഏലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് നിൽക്കുന്ന കായെല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. തണ്ട് പൂർണ്ണമായിട്ട് വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത് വെട്ടി നശിപ്പിച്ചിട്ട് കണ്ടിരിക്കുന്നത്. എനിക്ക് സംശയമുള്ള ആളിനെ ഞാൻ തെളിവ് സഹിതം പോലീസിൽ പരാതി പറഞ്ഞിട്ടും എൻ്റെ നഷ്ടം വരുത്തിയ ആളിനെ ഇന്നുവരെ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് അന്വേഷണം ഊർജിതമാക്കാനോ ചെയ്തിട്ടില്ല. CCTV ഫുട്ടേജും ഫോൺ റെക്കോർഡുകളും അടക്കം എടുത്ത് പരിശോധിക്കണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കൂവെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും DYSPക്കും അടക്കം പരാതി നൽകുവാനൊരുങ്ങുകയാണ് ജയൻ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.